അൻസിബയുടെ നേതൃത്വത്തിലുള്ള പവർ ടീമിനെ നമ്മുടെ ഗസ്റ്റ് സാബു മോന് ഒരു തരത്തിലും പിടിക്കുന്നില്ല. സാബു വന്ന സമയം മുതൽ അവരെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇടയ്ക്കൊക്കെ അവരിൽ ആരെങ്കിലും ഒന്ന് പുറത്തു വരുന്ന സമയത്ത് അത്യാവശ്യം കൊട്ടേഷനൊക്കെ അടിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ശ്വേത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ വിദ്വേഷം മറ നീക്കി പുറത്തു വന്നു. ശ്വേതയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ പവർ ടീം ഉണ്ടല്ലോ, വല്ലാത്ത ടൈപ്പ് ആൾക്കാരാണ്. ആ മുറിക്കകത്തുനിന്ന് അവർ പുറത്തിറങ്ങി ഒരു കളിക്കേ തയ്യാറാകില്ല. ഒരു തരത്തിൽ അവരെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് പുറത്തെത്തിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. സുഖമല്ലേ അതിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു കളിയും കളിക്കാതെ ഇങ്ങനെ ഓർഡർ ഇട്ട് മുൻപോട്ട് പോകുന്നത്. എന്തായാലും ഈ ടാസ്കിനകത്ത് ജയിക്കുന്ന ആൾക്കാരുമായിട്ടാണ് അവരുടെ അടുത്ത മത്സരം വരുന്നത്. ഈ ടാസ്കിൽ ജയിക്കുന്നവർ അവരെ തോൽപ്പിച്ചാൽ പുതിയ ആൾക്കാർ പവർ ടീമിൻ്റെ അധികാരം പിടിക്കും, ഇവർ പുറത്തു വരികയും ചെയ്യും. ഞാൻ നോക്കിയിട്ട് ഇവിടെ അവരെ തോൽപ്പിക്കാൻ കരുത്തുള്ളൊരു ടീമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിൻഡോയുടെ ടീമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിന് കൂടുതൽ പോയിന്റുകൾ കൊടുക്കുകയും അവരെ ഈ ടാസ്കിൽ വിജയിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കളി വേറൊരു ലെവലിലേക്ക് മാറുകയുള്ളൂ. ഇതെല്ലാം കേട്ടിരുന്നതിന് ശേഷം ശ്വേതയും എഗ്രി ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. എന്തായാലും ടാസ്ക് തീരുന്നതിന് മുൻപ് തന്നെ ടാസ്കിലെ വിജയികൾ ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വന്നിട്ടുണ്ട്. ജിൻഡോ തന്നെയായിരിക്കും ഹോട്ടൽ ടാസ്ക് വിജയിച്ചു വരിക. ജിൻഡോയും ടീമും ഹോട്ടൽ ടാസ്ക് വിജയിച്ചാൽ അവർ പവർ റൂമിൽ കയറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം അഭിഷേക്, അൻസിബ, നോറ, റസ്മിൻ ഈ 4 ആൾക്കാരെ കീഴ്പ്പെടുത്തി പവർ ടീമിലേക്ക് കയറുക എന്ന് പറയുന്ന കാര്യവും അത്ര ഈസി ആയിട്ടുള്ളൊരു വിഷയമല്ല. എങ്കിലും പ്രതീക്ഷ ജിൻഡോയിൽ വെച്ചു പുലർത്തുകയാണ്. ഇതിനകത്ത് ബിഗ് ബോസിൻ്റെ ചില ട്വിസ്റ്റുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ജിൻഡോയെ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും പിന്നീട് വരുവാൻ സാധ്യതയുള്ളത്. പവർ ടീമിനോട്, പവർ ടീം അംഗങ്ങളോട് നീരസവും വെറുപ്പുമൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ BB ഹൗസിലേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റിനും അവരോട് വെറുപ്പ് തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അതിതീവ്രമായ വാശിയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെയുള്ള കളികളായിരിക്കും വെളിപ്പെടുവാൻ പോകുന്നത്. ഗസ്റ്റായി എത്തിയിരിക്കുന്നവരുടെ കട്ട സപ്പോർട്ടും അതിനുണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.